All of you, the class is on record. So today we are going to learn the basic sentence scheme of English language. In every situations, suppose we have a lot of situations to cover in our life. I mean day-to-day life. So to use or to communicate or to interact in a better way in your day-to-day life. I mean day-to-day situations. Basic sentence structures are very important. So last class you have studied six sentence structure. I mean first one positive sentence, second one negative sentence, third one positive yes or no questions, and fourth one negative yes or no questions, and fifth one WH question positive, and sixth one WH question negative. These are the basics sentence structures of our day-to-day communications. Suppose we are going to have a communication with some of our friends or some strangers. So first of all, we or they ask questions. So we have to provide subtle or apt answers to those questions. So asked by strangers as well as our friends or anybody. Okay. So to just to overcome or to cover the part, that means the communicative part, we have sometimes we have to ask questions. Among questions, sometimes we have to ask yes or no type questions. Sometimes we may ask WH questions. So first of all, we have to know how to ask yes or no questions and WH questions. And also, we can provide apt answers or suitable replies to those questions. They are very important. So studying these six structures of basic situational sentences are very important in your day-to-day communications. Not only in Malayalam or in other languages, but also English as well. Okay. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. 5-6 സ്ട്രക്ചേഴ്സ് പഠിച്ചു. ഞാൻ പറഞ്ഞു ആ സ്ട്രക്ചേഴ്സ് ഈ 6 ബേസിക് സ്ട്രക്ചേഴ്സ് ഓഫ് ഇംഗ്ലീഷ് സെന്റൻസ് എന്ന് പറയുന്നത് കേവലം നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം നമുക്ക് നമ്മുടെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനിൽ നമ്മളുമായി സംസാരിക്കാൻ വരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ, നമ്മുടെ നെയ്ബേഴ്സ് അയൽവാസികളാവട്ടെ, നമ്മുടെ നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് ആവട്ടെ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവർ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളതിന് ആപ്റ്റായ അനുയോജ്യമായ മറുപടികൾ നമ്മൾ പറയുകയും ചെയ്യും. മറുപടി പറഞ്ഞെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള കഴിവുണ്ടായിരിക്കണം. നമ്മൾ പോസിറ്റീവായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് പറയണം, നെഗറ്റീവായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് പറയണം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നമുക്ക് അവരുടെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. എന്താണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്? ദ ആൻസർ ഓഫ് ദോസ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ഐദർ ബി എസ് ഓർ നോ. അത്തരം ചോദ്യങ്ങളുടെ ആൻസേഴ്സ് എല്ലാം ഇപ്പോഴും യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ചോദ്യങ്ങളെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി WH ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് വന്ന് നമ്മുടെ അടുത്ത് വരികയാണ്. അപ്പോൾ അവൻ എവിടുന്നാണ് അല്ലെങ്കിൽ അവൾ എവിടുന്നാണ് വരുന്നത് എന്ന് നമുക്ക് അറിയണം. സോ നമ്മൾ ചോദിക്കും വേർ ആർ യു കമ്മിങ് ഫ്രം നൗ? വേർ ആർ യു കമ്മിങ് ഫ്രം നൗ? സോ ഈ വേർ ആർ യു കമ്മിങ് ഫ്രം നൗ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ നമുക്ക് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ എന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്ട്രക്ചറാണ്. മനസ്സിലായില്ലേ? സോ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു രീതി 5 സെൻറ്റൻസ് ഒന്ന് ഞാൻ തരികയാണെങ്കിൽ ബാക്കി 5 സെൻറ്റൻസ്, ടോട്ടൽ 6 സെൻറ്റൻസ്
സ്വന്തമായി ഉണ്ടാക്കുന്ന ആ രീതി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ദാറ്റ് വിൽ മേക്ക് യു 100% to give you the capacity or ability to speak English as well. എനിക്ക് ഉറപ്പാണ് കാര്യം, സംശയമില്ല കാര്യത്തിൽ. മനസ്സിലായില്ലേ? കേവലൊരു എന്തെങ്കിലും ബുക്ക് വായിച്ചോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള നോളജിലോ പറയല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിച്ച് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് ഈ കാര്യം നമുക്ക് നമ്മുടെ പാകപ്പിഴവുകൾ മനസ്സിലാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പാകപ്പിഴവ് ഒഴിവാക്കാൻ വേണ്ടി ഒന്നും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ദെൻ വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വീണ്ടും പിഴവുകൾ വരാം. അങ്ങനെ വർഷങ്ങളിൽ പിഴവുകൾ വന്ന് അതൊക്കെ തിരുത്തി ഏറ്റവും അനുയോജ്യമായ മെത്തേഡ് എന്ന് ഐ ബിലീവ് വിത്ത് 100% that this is the certain or sure method that will make you able to speak English. ഓക്കെ, അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിങ്ങനെ പഠിച്ചു അല്ലേ? ഐ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യു വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. എങ്ങനെ? ഐ ലൈക്ക് മൈ മദർ, ഐ ഡോണ്ട് ലൈക്ക് മൈ മദർ. നമ്മളവിടെ ഐ ലൈക്ക് യു എന്ന് പഠിച്ചത്. ഇനി നമുക്ക് ഐ ലൈക്ക് മൈ മദർ, ഐ ഡോണ്ട് ലൈക്ക് മൈ മദർ. Do I like my mother? So that is not a sensible question. So we have to change those questions like this way. എങ്ങനെ ചോദിക്കാം? Do you like your mother? Do you like your mother? Okay. And fourth type സെന്റൻസുകൾ മനസ്സിലുണ്ടാവും. Don't you like your mother? Don't you like your mother? And then ലാസ്റ്റ് നമ്മൾ WH ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എന്താണ് W ക്വസ്റ്റ്യൻ വെച്ച് പറയുക നമുക്ക്? വൈ ഡു യു ലൈക്ക് യുവർ മദർ? വൈ ഡു യു ലൈക്ക് യുവർ മദർ? ഓക്കെ, അവിടെ ശരിക്ക് അത്ര ഒരു ക്വസ്റ്റ്യൻ അല്ല ചോദിക്കേണ്ടത്. വൈ ഡു യു ഹേറ്റ് യുവർ മദർ? ഓക്കെ, സാധാരണ അമ്മയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഫിനോമിനയാണ്. അപ്പോൾ ജനറൽ ഫിനോമിന ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നല്ലത്. വൈ ഡു യു ഹേറ്റ് യുവർ മദർ? ഓക്കെ, ആൻഡ് ഫൈനൽ വൺ, why don't you like your mother? Why don't you like your mother? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു രീതി മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള 12 ടെൻസുകളിൽപ്പെട്ട ഒന്നാമത്തെ ടെൻസാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. ഞാൻ അതാണ് പഠിപ്പിച്ചു തരുന്നത് ഇപ്പോൾ. ഓക്കെ, ഈ ടെൻസിൻ്റെ മൾട്ടിപ്പിൾ യൂസേജുകൾ പറഞ്ഞുതരാം. അപ്പോഴാണ് നമ്മൾ ഈ പഠിക്കുന്ന സെൻറ്റൻസുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ പ്രയോജനപ്രദമാകും എന്ന് മനസ്സിലാകുള്ളൂ. മനസ്സിലായില്ലേ? കാരണം നമ്മൾ പഠിക്കുന്ന ഓരോ വാക്യവും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രയോജനപ്രദമാവണം. അതിന് നമുക്ക് ഇതിൻ്റെ യൂസേജ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം എങ്ങനെ നോർമലി ഒരു നാച്ചുറൽ ട്രൂത്ത് പറയാൻ വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഐ ലൈക്ക് മൈ മദർ, അതൊരു നാച്ചുറൽ ട്രൂത്താണ്, സ്വാഭാവികമായ സത്യമാണ്. ഐ ലൈക്ക് മൈ മദർ, ഐ ലൈക്ക് മൈ മദർ. ഓക്കെ, യെസ്, അത് ഒരു നാച്ചുറൽ ട്രൂത്താണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, രണ്ടാമതായിട്ട് ഈ ടെൻസ് ഇട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ലെക്ചർ നോട്ട് തയ്യാറാക്കാനുള്ള പേപ്പർ സ്ലിപ്പുകൾ കയ്യിൽ വേണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ മനസ്സിൽ ചോദിച്ചേക്കാം, സംസാരിച്ച് പഠിക്കേണ്ട ഭാഷ എഴുതിയാണോ പഠിക്കേണ്ടത് എന്ന് നിങ്ങളെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായേക്കാം. അതിൻ്റെ മറുപടി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കുറേ പുതിയ ആൾക്കാരിലുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്ന രീതി അത് എഴുത്തും വായനയും ആയതുകൊണ്ട് പെട്ടെന്ന് അല്ലെങ്കിൽ പൊടുന്നനെ ഒരു വിദ്യാഭ്യാസ ക്രമത്തിൽ നിങ്ങളുടെ പഠിക്കുന്ന രീതി വേറൊരു മീഡിയം അല്ലെങ്കിൽ വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റാൻ പെട്ടെന്ന് കഴിയൂല. ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയമെടുക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മുമ്പ് പഠിച്ചു വന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. പക്ഷേ പയ്യെ ഐ മീൻ
ഗ്രാജ്വലി നമുക്ക് ചേഞ്ച് ചെയ്യാം, നമ്മുടെ ഈ പഠിക്കുന്ന സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുകൂടി സവിനയം എല്ലാവരെയും ഉണർത്തുകയാണ്. ഓക്കെ, നൗ കം ടു ദ പോയിന്റ്. രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അഥവാ പ്രസന്റ് സിമ്പിൾ ടെൻസ് നാച്ചുറൽ ട്രൂത്തിന് വേണ്ടി യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടുന്നു, അതൊരു നാച്ചുറൽ ട്രൂത്താണ് അല്ലേ? ഐ ലൈക്ക് മൈ ചിൽഡ്രൻ. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് എൻ്റെ മാതൃഭാഷയായ മലയാളം അറിയാം. ഒരു വ്യക്തിക്ക് അയാൾ ജനിച്ച് പിറന്ന് വീണത് ഏത് ഭാഷയിലാണോ ആ ഭാഷ അറിയുക എന്നുള്ളത് ഒരു നാച്ചുറൽ ട്രൂത്താണ് അല്ലേ? ഐ നോ മലയാളം, ഐ നോ മലയാളം, KNOW. അത് കെയും ഡബ്ല്യൂയും വായിക്കരുത്, ബാക്കിയുള്ളത് മാത്രമേ വായിക്കാവൂ. നോ, ഐ നോ മലയാളം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ വാക്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള 5 സ്റ്റൈലും നിങ്ങളെ മനസ്സൊന്ന് വേണം കേട്ടോ. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചതാണ് ദിസ് ടെൻസ്. പ്രസന്റ് സിമ്പിൾ ടെൻസ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് വാട്ട് യു കോൾ. നമുക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ്, അതാണ് ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ. ഞാൻ നിങ്ങളാരെയും ഗ്രാമർ പഠിപ്പിക്കല്ല, ഗ്രാമർ പഠിപ്പിക്കേണ്ട ക്ലാസ്സും ഇതല്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമറൊന്നും അറിയണമെന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് ഒരു വീടായിട്ട് കരുതുകയാണെങ്കിൽ ആ വീടിൻ്റെ അടിത്തറ നമ്മൾ പാകുമ്പോൾ, സാധാരണ അടിത്തറ ഏതൊരു വീടിനും അടിത്തറ പാകാൻ ഒരു നിയമം ഉണ്ടാവും. ആ നിയമാവലിയും ചട്ടങ്ങളും അനുസരിച്ചാണ് ആ വീട് പണിയുന്ന ആളുകൾ ആ വീടിന് അടിത്തറ പാവുക. അല്ലെങ്കിൽ വീടപ്പോൾ പൊളിഞ്ഞു വെച്ചാൽ മതി അല്ലേ? അതുപോലെ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബേസിക്കായ കുറച്ചൊരു നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് ഇംഗ്ലീഷ് സംസാരിക്കാനും സംസാരിച്ച് പഠിക്കാനും കഴിയുള്ളൂ. മനസ്സിലായില്ല? അതൊരു സത്യമാണ്. അല്ലെങ്കിൽ സാൾട്ട് മാംഗോ ട്രീൻ്റെ പിന്നാലെ പോകേണ്ടി വരും അല്ലേ? എന്താ സാൾട്ട് മാംഗോ ട്രീ? അങ്ങനെ പരിഭാഷപ്പെടുത്താൻ ഒരുങ്ങി അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ആ അവസ്ഥ വരരുത്. ഓക്കെ, നൗ കം ടു പോയിന്റ്. ഹാബിച്വൽ ആക്ഷൻ. എന്താണ് ഈ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളതിനെ മലയാളത്തിൽ ശീലങ്ങൾ എന്ന് പറയും. ആ ശീലങ്ങൾ പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഹാബിറ്റ്. ഈ ഹാബിറ്റ് എന്ന വാക്കുന്നുണ്ടായ ഒരു ഫോമാണ് ഹാബിച്വൽ. പതിവായിരിക്കുന്ന, അർത്ഥം അങ്ങനെയാണ്, പതിവായിരിക്കുന്ന ഹാബിച്വൽ ആക്ഷൻസ്. ഓക്കെ, നിങ്ങൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രസന്റ് സിമ്പിൾ ടെൻസിൽ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കോളൂ. ഐ ഗോ ടു മൈ സ്കൂൾ എവറി ഡേ. ഐ ഗോ ടു മൈ സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൽ പോകാറുണ്ട്. ഐ ഗോ ടു സ്കൂൾ, ഐ ഗോ ടു മൈ സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൽ പോകാറുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അത് ഇപ്പോൾ എഴുതി വെച്ചോളൂ. ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ പറയുന്ന ഓരോ വാക്യത്തിൻ്റെയും ബാക്കിയുള്ള 5 വാക്യങ്ങൾ എഴുത്തിലൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് എഴുത്താവട്ടെ, നാളെ അത് മൗത്ത് ജിംനാസ്റ്റിക്സ് ആവണം എന്ന് പറഞ്ഞ എഴുത്തല്ല നമ്മളെ മുഖ്യം. എഴുത്തിന് മറന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞ് ലെവലാക്കണം. സോ അല്ലേ, ഐ ഡോണ്ട് ഗോ ടു മൈ സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൽ പോകാറില്ല. ഐ ഡോണ്ട് ഗോ ടു മൈ സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൽ പോകാറില്ല. അപ്പോൾ നമ്മളെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു ലേഡിയോട് ചോദിക്കുകയാണ്, ഷഫ്ന, ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ? ഡു യു ഗോ ടു യുവർ സ്കൂൾ എവറി ഡേ? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ സ്റ്റൈല് വേണം കേട്ടോ. അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചാൽ പണ്ട് ശ്രീനിവാസനോട് ഏതോ സിനിമയിൽ മക്കൾ പറഞ്ഞ പോലെ അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, അങ്ങനെയായി മാറും. അതാവരുത് ഇംഗ്ലീഷ്. നല്ല സ്റ്റൈല് വേണം, ഒഴുക്ക് വേണം, പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ? ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ? ഡു യു
go to school? Do you go to your school every day? നീ എല്ലാ ദിവസവും നിന്റെ സ്കൂളിൽ പോകാറുണ്ടോ? ഓക്കെ. ഇനി വേണമെങ്കിലും ചോദിക്കാം, don't you go to your school every day? Don't you go to your school every day? നീ എല്ലാ ദിവസവും നിന്റെ സ്കൂളിൽ പോവാറില്ലേ? കണ്ടോ, പോവാറില്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നാച്ചുറൽ ട്രൂത്ത് എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്ന് ആരംഭത്തിലുമായി പഠിച്ച കാര്യം മാത്രമല്ല, ലൈഫിലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസിങ്ങിന് അഥവാ ലൈഫിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള പല കാര്യങ്ങളും പറയുന്നതിന് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാംഗ്വേജ് അറിഞ്ഞ് പഠിച്ചു പോകണം, നമുക്കറിയണം, അതൊക്കെ അറിയണം. അപ്പോൾ നിങ്ങൾ കേവലം കോവളത്തോ മറ്റോ കപ്പലണ്ടി വിറ്റ് നടക്കുന്ന ഒരു ലേഡി ആയിട്ട് ഒരു ജോലി കിട്ടി അതിലേക്ക് അത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ടു ടീച്ച് യു ഇംഗ്ലീഷ് ഗ്രാമർ ഓർ ഇംഗ്ലീഷ് സ്ട്രക്ചർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമറും പഠിക്കണ്ട, സ്ട്രക്ചറൊന്നും പഠിക്കണ്ട, പകരം കുറേ റെഡിമെയ്ഡ് സാധനം മാത്രം പഠിച്ചാൽ മതി അല്ലേ? ഒരു ബസ്സിൽ ജോലി ചെയ്യുന്ന കണ്ടക്ടർ എന്ന് പറയുന്ന ജീവനക്കാരന് കേവലം 3 ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം അറിഞ്ഞാൽ മതി അയാളെ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ. അയാൾക്ക് മലയാളം അറിയണ്ട, ഹിന്ദി അറിയണ്ട, അറബി അറിയണ്ട, തമിഴ് അറിയണ്ട, ഓൺലി 3 വേർഡ്സ്, ഇംഗ്ലീഷ് പോലും അറിയണ്ട, ഇംഗ്ലീഷിലെ 3 വേർഡ്സ് മാത്രം ഉണ്ടെങ്കിൽ അയാളെ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കാം. ആദ്യം അയാൾ ചോദിക്കും, ടിക്കറ്റ് പ്ലീസ്. അപ്പോൾ ടിക്കറ്റ് പ്ലീസ് എന്ന് അയാൾ ഒരു പാസഞ്ചറിൻ്റെ ആ ബസ്സിൻ്റെ അകത്തുള്ള പാസഞ്ചറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അല്ലേ, പാസഞ്ചർ ടിക്കറ്റ് എടുത്ത ആളാണെങ്കിൽ ടിക്കറ്റ് കാണിച്ചു കൊടുക്കും, ടിക്കറ്റ് എടുക്കാത്ത ആളാണെങ്കിൽ ക്യാഷ് കൊടുക്കും അല്ലേ. ഇനി ക്യാഷ് തന്നു ശേഷം അയാൾ എന്ത് ചെയ്യാണ്, ബാഗിൽ നിന്ന് ചില്ലറ എടുത്തുകൊണ്ട് എന്താ പറയുക, അയാൾ ബാക്കി കൊടുക്കുകയാണ്, ഈ കണ്ടക്ടർ ബാക്കി കൊടുക്കുകയാണ്. അതിന് മുമ്പ് അയാൾ ചോദിക്കും വേർ ടു, എവിടേക്കാണ്? അപ്പോൾ ഈ പാസഞ്ചർ സ്ഥലത്തിൻ്റെ പേര് പറയും. ഉടനെ അയാൾ ഇങ്ങനെ പറയും, ഹിയർ ഈസ് യുവർ ക്യാഷ് ഓർ ഹിയർസ് ദ ചേഞ്ച്, ബാക്കിതാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഹിയർ ഈസ് ദ ചേഞ്ച് ഓർ ഹിയർ ഈസ് ദ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ക്യാഷ് കൊടുക്കും. ഈ മൂന്ന് വാക്കുകൾ, ടിക്കറ്റ് പ്ലീസ്, വേർ ടു, ഹിയർ ഈസ് ദ ചേഞ്ച്, ഈ 3 പ്രയോഗങ്ങളും അറിയാമെങ്കിൽ ഒരു ബസ് ജീവനക്കാരന് അയാളുടെ ജോലി വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ ചെയ്തു തീർക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മൾ ഈ കാർ ഡ്രൈവിങ് പഠിക്കാൻ, കാർ ഉണ്ടാക്കാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചോദിക്കണേ. കാറ് ഡ്രൈവിങ് അല്ലെങ്കിൽ ജീപ്പ് ഡ്രൈവിങ് അതല്ലെങ്കിൽ സ്കൂട്ടിയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കാൻ, റൈഡ് ചെയ്യാൻ പഠിക്കാൻ നിങ്ങൾ വർക്ക്ഷോപ്പ് പോയി കണ്ട് സ്കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കേണ്ട പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഡ്രൈവ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇവിടെ ടീച്ചേഴ്സ് ആകുമ്പോൾ കുറച്ച് ഇതിൻ്റെ എന്താ പറയുക, എരിവും പുളിയൊക്കെ ശരിക്കും അറിഞ്ഞ് പഠിക്കണം. ടീച്ചേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. പലപ്പോഴും കുട്ടികൾ ഈ സംശയങ്ങളുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഓക്കെ, അത്തരം കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ നമുക്ക് ആ സംശയം ദൂരീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതർവൈസ് നമ്മുടെ പേഴ്സണാലിറ്റി അല്പസമയത്തേക്കാണെങ്കിൽ പോലും ആ കുട്ടിയുടെ മുമ്പിൽ ഹനിക്കപ്പെടുകയാണ്, താഴ്ത്തപ്പെടുകയാണ്. മനസ്സിലായി? കുട്ടി വിചാരിക്കും ടീച്ചർക്ക് ഇതൊന്നും അറിയില്ല. ഇനി അതാണ് ഒരു നല്ല അധ്യാപകൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞ് സംശയം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. മനസ്സിലായില്ലേ? അതിന് നമ്മൾ നന്നായിട്ട് വായിക്കണം, നന്നായി അറിയണം, നന്നായി ഒബ്സർവ് ചെയ്യണം. എന്താ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക, മേപ്പോട്ട് നോക്കി നടക്കരുത്. മനസ്സിലായില്ലേ? നിരീക്ഷിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൻ്റെ എല്ലാ എരിവും പുളിയും അതിൻ്റെ മധുരമൊക്കെ അറിയണം, അറിഞ്ഞുകൊണ്ട് പഠിക്കണം. അപ്പോഴതുകൊണ്ട് നമ്മൾ ലൈഫിൽ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ കുറേ മുമ്പുള്ള എൻ്റെ ഒരു വിദ്യാർത്ഥി, ഒരു പുരുഷൻ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. കാരണം നല്ലൊരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. ഒരു 12-15 വർഷം മുമ്പാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്.
സാറേ ഒന്ന് ഞാനിപ്പോൾ ലൈഫിലാകെ വല്ലാതെ എന്താ പറയുക സ്റ്റാഗ്നൻ്റ് ആയിട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു കല്യാണം കഴിച്ചത് ഒരു MA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെയാണ്. കല്യാണം കഴിച്ചത് MA ഇംഗ്ലീഷ് കഴിഞ്ഞ പെൺകുട്ടിയാണ്. ഓൾക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാം. ഞാൻ ഈ +2 ഫെയിൽഡായ ഞാൻ ഓളെ മുമ്പിൽ എങ്ങനെ പിടിച്ചിരിക്കുക? അതുകൊണ്ട് അവളെ മുമ്പിലൊന്ന് പേഴ്സണാലിറ്റി ഒന്നും ഉണ്ടാവണമെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഒന്ന് പഠിക്കണം സാറേ. ഞാൻ അതിനു വേണ്ടി ഐ എം റെഡി ടു സാക്രിഫൈസ് എനിത്തിങ്. ഞാൻ എന്തും ബലി കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. സോ ഞാൻ ടൈമൊന്നും നിശ്ചയിച്ചില്ല. ക്ലാസ് കൊടുത്തു, അയാൾക്ക് വായിക്കാൻ കുറേ റെഫറൻസ് ബുക്ക് കൊടുത്തു. ഓക്കെ, അയാളത് ശരിക്കും പഠിച്ചു, കാരണം വാശിയായിരുന്നു. അവളെ മുമ്പിൽ അവളെന്ത് ഇംഗ്ലീഷ് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് പറയണം എന്ന് വാശി. ഓക്കെ, സോ അയാൾ നന്നായിട്ട് ഇപ്പം അത്തരം വാശികളൊക്കെ നല്ല വാശിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് പഠിച്ചു അയാൾ. പിന്നീട് എന്താ പറയുക, ഒരു 6-7 മാസം കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് ഗൾഫിൽ വിസിറ്റിംഗ് അടിച്ചു. അവിടുന്ന് ഏതൊരു ഇംഗ്ലീഷ് കമ്പനിയിൽ വർക്ക് ശരിയായി. വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നാട്ടിൽ വന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി രണ്ടുപേരും അഥവാ ഹസ്ബൻഡ് വൈഫും എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പം എന്നോട് ആ വൈഫ് പറഞ്ഞു, സാറേ നിങ്ങളെ പേര് ഞാൻ നിങ്ങളെ ഫസ്റ്റ് കാണുകയാണെങ്കിലും സാറിൻ്റെ പേര് ഇദ്ദേഹം പറഞ്ഞ് എനിക്ക് ബൈഹർട്ടാണ്. സാറിൻ്റെ പേഴ്സണാലിറ്റി വരെ ബൈഹർട്ടാണ്. എന്തായാലും എന്നോടുള്ള വാശിക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് ആള് ഒരു ഹൈ സ്റ്റാറ്റസിലെത്തിക്കഴിഞ്ഞു. അതാണ് അത്തരം കാര്യമൊക്കെ പോസിറ്റീവായി എടുക്കണം കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ നാട് ഞാൻ പേര് പറയുന്നില്ല, ബിക്കോസ് നിങ്ങളെ കുടുംബക്കാരനൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ മോശമാണ് കേട്ടോ. ഇയാൾ നാട് പറഞ്ഞുതരാം, കോഴിച്ചനയാണ്. കോഴിച്ചന നമ്മുടെ MSP ക്യാമ്പില്ലേ, ആ ക്യാമ്പിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വീട് വരുന്നത്. നിങ്ങൾ ആളെ അഡ്രസ്സൊന്നും തേടി പോവണ്ട കേട്ടോ. ഓക്കെ, ഞാൻ പറയാം. അപ്പം ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി, അപ്പം ഇത് വാശിയോട് കൂടി പഠിക്കേണ്ട ഒരു സംഭവമാണിത്. അയാൾ പറഞ്ഞത്, സാറേ എനിക്ക് റെഡിമെയ്ഡ് ഇംഗ്ലീഷ് വേണ്ട, എനിക്ക് ഇംഗ്ലീഷിൻ്റെ എരിവും പുളിയും മധുരമൊക്കെ അറിഞ്ഞ് പഠിക്കണം, എല്ലാം വേണം, എല്ലാം അറിയണം എനിക്ക്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അയാളെപ്പോലെ നിങ്ങളാവണം. ഇംഗ്ലീഷിൻ്റെ എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, അജിനമോട്ടോ വരെയുണ്ട്. അതൊക്കെ അറിഞ്ഞ് പഠിച്ചാൽ ദാറ്റ് വിൽ മേക്ക് യു എനിത്തിങ് ഇൻ ലൈഫ്. ഓക്കെ, ഇല്ല ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണ്ടേ അല്ലേ? പിന്നെ അടുക്കളയിൽ കഴിച്ചു കൂട്ടി കാലാകാലം അങ്ങനെ തന്നെ പോകണമെന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. അടുക്കളയിൽ നിങ്ങൾ കഴിച്ചു കൂട്ടിക്കൂടി, അതൊരു 4-5 മണിക്കൂർ മാത്രം കഴിച്ചു കൂട്ടിയാൽ മതി. ബാക്കിയുള്ള സമയം നിങ്ങളൊരു ഇന്ത്യൻ പൗരയാണ്. നിങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം ഒരുപാട് കാലം പ്രതീക്ഷിക്കുന്നുണ്ട്. വരും തലമുറയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, മറക്കരുത്. നിങ്ങൾ ഏറ്റവും വലിയ ഈ മോണ്ടിസോറി പ്രീ പ്രൈമറി RBTTC കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചോട് കൂടിയിട്ട് നിങ്ങൾ വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. വരും തലമുറയെ എങ്ങനെ മോൾഡ് ചെയ്യാം, വരും തലമുറയെ അച്ചിലിട്ട് എങ്ങനെ വാർത്തെടുക്കാം. ഇപ്പം തോന്നുന്നുണ്ടോ പടച്ചമ്പുരാനെ ഒരു ഭാഷയ്ക്ക് വേണ്ടിയാണ് ചേർന്നത്, പണിയായ ഇത് 16ന്റെ പണിയായ പഠിച്ചോനെ കേട്ടോ. 16ന്റെ പണി അറിഞ്ഞാണ് നിൽക്കണ്ട. ഇതല്ലെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തങ്ങൾ വരും. ഇതോടുകൂടി സമൂഹം നിങ്ങളെ ആദരിക്കും, കുടുംബം നിങ്ങളെ ബഹുമാനിക്കും. അവസ്ഥയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ഓക്കെ, ഞാൻ പലപ്പോഴും എൻ്റെ സഹോദരിയുടെ വീട്ടിൽ വിരുന്നും കാര്യമൊക്കെ ഉണ്ടാവുമ്പോൾ, അപ്പോൾ സഹോദരിൻ്റെ മകളെ നിക്കാഹ് ഒക്കെ ഉണ്ടായ സമയത്ത് സഹോദരിയും അവിടെ കൂടുന്ന മറ്റു പല ലേഡീസും ഒരു ലേഡിയെ മാത്രം ശ്രദ്ധിക്കുന്നതായിട്ടും ആ ലേഡിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിട്ടും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഓലെ കൂടെ പോയിരിക്കല്ല കേട്ടോ, ഞാൻ അങ്ങനെ കരുതരുത്. ഓക്കെ, മെയ്ബി ഞാൻ അവരെ അടുത്തുള്ള സമയങ്ങളിൽ അവർ സംസാര ലേഡിയെ കുറിച്ചായി. ആ ലേഡിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആ ലേഡി ഞാൻ സ്കൂളിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയിക്കാം, ഇത് പറഞ്ഞില്ല കേട്ടോ. ഈ കോട്ടക്കലടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KG ക്ലാസ്സുകളിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 12,000 രൂപ സാലറി വാങ്ങിക്കുന്ന ഒരു സ്ത്രീയാണ്. ഓക്കെ, അവർ ആ സ്കൂളിൽ തന്നെ കുറേ വർഷമായിട്ട് അവരവിടെ നിന്ന് പറഞ്ഞയക്കുന്നില്ല. അവർ പോരെ. ഇപ്പം അവർ സാലറി ഇത് കുറേ മുമ്പുള്ള കാര്യം കേട്ടോ. എൻ്റെ സഹോദരിൻ്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞു. അന്നുള്ള കാര്യമാണ് പറഞ്ഞത്.
ഓക്കെ, ഇപ്പൊ സാലറി അത് 15 ആയിട്ടുണ്ടാവും. ഞാൻ പറയാം, ഇതാണ് സ്റ്റേജ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകണം. ഓക്കെ കേട്ടോ, ഇത് ഉത്തരവാദിത്വം നമുക്കുള്ളത് തന്നെയാണ്. ഇത് നമുക്ക് നേർച്ചാക്കിയതാണ്. അപ്പം നമ്മൾ ഈ രംഗത്തേക്ക് വരണം. നൗ കം ടു ദ പോയിന്റ്. പ്രസന്റ് സിമ്പിൾ ടെൻസിന്റെ യൂസേജിൽ ഹാബിച്വൽ ആക്ഷൻ. ഐ ഗോ ടു മൈ സ്കൂൾ എവറി ഡേ. അല്ല, ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ ഹസീന എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ടീച്ചറാണ് എന്ന് വിചാരിച്ചോളൂ. ഹസീന കുറേ കാലം മുമ്പ് തന്നെ ഉള്ളൊരു ശീലമാണ് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, എന്തെങ്കിലും വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ വായിക്കുക, ഒരു ഹാഫ് ആൻ അവറോ 45 മിനിറ്റ്സോ അങ്ങനെ ചെലവഴിക്കും. അതിനുശേഷം പിന്നെ പ്രയറും മറ്റു കാര്യങ്ങളും റിസൈറ്റിംഗ് ഖുർആനൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ കിച്ചണിൽ കൺഫൈൻഡ് ആവും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. സോ അതൊരു ഹാബിറ്റാണ് അല്ലേ? സോ ഹസീന പറയും, ഐ വേക്ക് അപ്പ് അറ്റ് 4:30 in every morning. I wake up at 4:30 in every morning. എല്ലാ ദിവസവും രാവിലെ 4:30 or 4 o'clock ഞാൻ എഴുന്നേൽക്കാറുള്ളത്. കണ്ട, എഴുന്നേൽക്കാറുള്ളത് ഒരു പതിവിനെയാണ് കാണിക്കുന്നത്. ഇപ്പം ഇങ്ങനെ പറയും, മനസ്സിലാവുണ്ടാവും അല്ലേ? ഓക്കെ, ഇനി ചില ആളുകൾ രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്. എങ്കിൽ അവർക്ക് പറയാം, ഐ വേക്ക് അപ്പ് അറ്റ് 6 in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാറുള്ളൂ. ഈ കാറുള്ളൂ എന്ന് പറയും മലയാളത്തിലെ ഒരു പതിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മീനിങ് അങ്ങനെ പറയേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാഷ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഭാഷ സ്റ്റൈലായിരിക്കണം. നമ്മുടെ ഇവിടെ കുറച്ച് ബഹളങ്ങളുണ്ട് കേട്ടോ, എൻ്റെ മക്കളും വൈഫും കൂടിയുള്ള ഡിസ്കഷൻസ് ആണ്. ഓക്കെ, ഇത് വിചാരിക്കരുത്, കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന ഡെയിലി റുട്ടീൻ, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റിൽ പറയാം. ബിക്കോസ് ദാറ്റ് ഈസ് യുവർ ഹാബിച്വൽ ആക്ഷൻ. അല്ലേ? റൈറ്റ് അല്ലേ? നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഹാബിച്വൽ ആക്ഷനാണ് അല്ലേ? നിങ്ങൾക്ക് പറയാം, ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 6 in the morning. ഞാൻ രാവിലെ 6 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാറുള്ളത്. കാരണം ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക. അതിന് ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ പറയുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ചില സഹോദരിമാർ, ന്യൂ അഡ്മിഷനൊക്കെ ആയിട്ടുള്ള ചില സഹോദരിമാർ എനിക്ക് ക്ലാസ് കണ്ടീഷൻ ഡെയിലി റൂട്ടീനൊക്കെ അയക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് അയച്ചു തരുന്നുണ്ട്. എനിക്ക് ടൈപ്പിംഗ് ഉള്ള ആൻസർ അല്ല വേണ്ടത് കേട്ടോ. എനിക്ക് നിങ്ങളെ സംസാരം കേൾക്കേണ്ടത്, നിങ്ങളെ വോയിസ് അല്ല, ഐ മീൻ നിങ്ങളെ ഇംഗ്ലീഷ് സംസാരം കേൾക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ ആഗ്രഹം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ വോയിസ് എന്നും ഇങ്ങനെ പറഞ്ഞോളൂ, എന്നും പറഞ്ഞോളൂ അല്ലേ? ഒരു പാട്ടുകാരിയായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മുമ്പൊക്കെ മാപ്പിളപ്പാട്ട് സ്കൂളിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ട് ചിലപ്പോൾ 2nd പ്രൈസോ 3rd പ്രൈസോ ഒക്കെ വാങ്ങിച്ച ഒരു ഇതിലുണ്ടാവും. ഫസ്റ്റ് പ്രൈസ് ഉണ്ടാവുമോ? കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം കൊണ്ട് മാപ്പിളപ്പാട്ട് പഠിച്ചതാണോ? അല്ല, കുറേ ദിവസം അതിൻ്റെ പിന്നാലെ കുത്തിയിരുന്ന് കണ്ട് അല്ലേ? പലപ്പോഴും നിങ്ങൾ പാടുന്ന പാട്ട് കേട്ടുകാണ്ട് ഉമ്മ പറഞ്ഞിരുന്നു, മിണ്ടാതിരുന്നോണ്ട് ഡേഷേ ഡേഷേ ഡേഷ, എനിക്കിവിടെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഈ പാട്ട് കാരണം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, പക്ഷെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? പാടി 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 പഠിച്ചു അല്ലേ? അതുപോലെ നിങ്ങൾ ആരും ഇംഗ്ലീഷ് പാടണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് പറയാം. സെൽഫ് ഇൻട്രൊഡക്ഷനും പറഞ്ഞോളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും ഒന്നും ആവില്ല. ആ സ്റ്റൈലിട്ട് വരണം ഇംഗ്ലീഷിൽ. നിങ്ങൾ പറയുമ്പോൾ ബുക്കിൽ വായിക്കുന്ന സ്റ്റൈലാവരുത്. എങ്ങനെ ക്ലാസ്സിൽ കയറി നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുക, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് ഫസ്റ്റ് ഓഫ് ഓൾ ടു യു. അങ്ങനെ സ്റ്റൈലിൽ ഇംഗ്ലീഷ് നാച്ചുറലായിട്ട് വരണം. ഐ ആം ഫെമിന റഹ്മാൻ ഫ്രം ട്രിവാൻഡ്രം. ആക്ച്വലി ഐ തിങ്ക് ഓൾ ഓഫ് യു മൈറ്റ് നോ മീ ആസ് വെൽ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്നാണ് എൻ്റെ വിചാരം. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഐ ആം എ ഗുഡ് ടീച്ചർ. ഇത് ചിരിച്ചുകൊണ്ട് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടികൾക്കെല്ലാം ഇമ്പം ഉണ്ടാവുള്ളൂ, നല്ലൊരു ഒരു ഒരു എന്താ പറയുക, ഒരു രസം കിട്ടുള്ളൂ. ഇതിന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, ഐ ആം,
ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ പറയും, എവിടെയോ കുട്ടികളെ മനസ്സിൽ കരുതും ടീച്ചർക്കും അസുഖമുണ്ട്, നമ്മുടെ അയൽവാസിയായിട്ടുള്ള ആ കാക്കാൻ്റെ അസുഖം, മാനസിക രോഗം എന്ത് പറയും, കുട്ടികൾ മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ തിരിച്ചറിയാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പോകരുത്, പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിന് ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ് കയറിയിട്ട് ഇംഗ്ലീഷിൽ അടിച്ച് മിന്നിക്കൂടി സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്താ വരെ നോക്കാലോ. എന്തായാലും ആകാശം പൊളിഞ്ഞു കാരണം പോണില്ല കേട്ടോ. ഇത് പ്രാക്ടീസ് ചെയ്യാതെ പോയി കണ്ട് പറയരുത്, നന്നായി പ്രാക്ടീസ് ചെയ്തോളി. ക്ലാസ് ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ, പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഇപ്പോൾ കിട്ടിയ ഈ ഡബിൾ ലക്കി ചാൻസ് ഉണ്ടല്ലോ, ഇത് ശരിക്കും ഉപയോഗിച്ചോളി. ദൈവം തമ്പുരാൻ അങ്ങനെയാണ്, ചിലപ്പോഴൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ടുള്ളൂ. അത് നമ്മൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം, അത് യൂസ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം, അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഓക്കെ, നൗ കം. അപ്പോൾ നമ്മൾ 2 കാര്യം പഠിച്ചു കഴിഞ്ഞു. നൗ തേർഡ്, ഇപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് നമുക്ക് ഈ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ പറയാൻ കഴിയുമോ? ഒരു സിറ്റുവേഷൻ ആണത്. പറയാം, ഐ ഗോ ടു മൈ അങ്കിൾസ് ഹൗസ് ടുമോറോ. ഭാവി കാലം വേണ്ട, വില്ലും ഷാളൊന്നും ഉപയോഗിക്കണ്ട. ഷാളിട്ട് പൊയ്ക്കോളി, പക്ഷെ വില്ലും ഷാളൊന്നും ഉപയോഗിക്കണ്ട. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐ ഗോ ടു മൈ ഹൗസ് ടുമോറോ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഐ ഗോ ടു, നാളെ ചെയ്യാൻ പോണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രസന്റ് സിമ്പിൾ ടെൻസിൽ പറയാം. കൃത്യമായി പറഞ്ഞാൽ പ്രസന്റ് സിമ്പിൾ ടെൻസിന് പ്രധാനപ്പെട്ട 9 ഉപയോഗങ്ങളുണ്ട്. ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നമുക്കൊരു 5 എങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലൊന്നും വേണ്ട, ഈ ഒരു സ്ട്രക്ചറൽ ഫോമുകൾ മാത്രം മനസ്സിലാക്കുക. ഞാനിന്നൊരു പുതിയ ടെൻസും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രസന്റ് സിമ്പിൾ ടെൻസ് കംപ്ലീറ്റ് ആക്കാതെയാണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഒന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെ പറയാ? ഇവിടെയാണ് ആം വരുന്നത്. നമ്മൾ പറയണ്ടേ, ഐ ആം ഗോയിങ്, ഐ ആം റണ്ണിങ്, ഐ ആം വാക്കിംഗ്, ഐ ആം പ്ലേയിങ്, ഐ ആം കുക്കിംഗ്, ഇങ്ങനെയൊക്കെ പറയാറില്ലേ? ഈ ടെൻസിലാണ് നിങ്ങളെ കാര്യം പറയേണ്ടത്. ഇവിടെ ഐ എന്ന വാക്കിൻ്റെ കൂടെ എപ്പോഴും ആം ഉണ്ടാവും. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മയുടെ കൂടെ എല്ലാ സ്ഥലത്തേക്കും വിരുന്ന് പോകേണ്ട പോലെ അതിൻ്റെ കൂടെ എപ്പോഴും ആം ഉണ്ടാവും. മാത്രമല്ല ഇവിടെ നമ്മൾ വേബ് അങ്ങനെ ചേർത്താൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ING വേണം കേട്ടോ, ING വേണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഐ ആം കുക്കിംഗ്, ഞാൻ ഭക്ഷണം പാചകം ചെയ്യാണ്. ഐ ആം പ്ലേയിങ് ഗെയിം ഇൻ മൈ മൊബൈൽ, ഞാൻ മൊബൈലിൽ ഗെയിം എന്ത് ചെയ്യാണ്, കളിക്കുകയാണ്. ഐ ആം റൈറ്റിംഗ് മൈ നോട്ട്സ് നൗ, ഞാനിപ്പോൾ എൻ്റെ നോട്ട്സുകൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ നിങ്ങളിൽ ഒരാൾ നബീല നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുന്ന ആളാണ്. സപ്പോസ് അങ്ങനെ വിചാരിച്ചോളൂ. നബീല എല്ലാ ദിവസവും ഓഫ്ലൈൻ ക്ലാസ്സിന് വരാറുണ്ട്. പക്ഷേ കുട്ടിയെ ഫുഡൊക്കെ കൊടുത്ത് ഉമ്മാനെ അടുത്താക്കി കണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പലപ്പോഴും ഉദ്ദേശിച്ച ബസ് കിട്ടൂല. ഒരു 5 മിനിറ്റാണ് വൈകിട്ടാണ് നബീല ക്ലാസ്സിന് വരികയെന്ന് കരുതിക്കോളൂ. അപ്പോൾ ക്ലാസ്സിലേക്ക് നബീല വൈകി വരുന്നത് കണ്ടപ്പോൾ ഞാനായിരുന്നു ഓഫ്ലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ചു, നബീല വൈ ആർ യു ലേറ്റ്? അപ്പോൾ നബീലക്ക് അറിയാം സംഭവം നേരം വൈകി വരുന്നത് കുറ്റകരമായ കാര്യമാണ്. എങ്കിൽ പോലും സാറിൻ്റെ മുമ്പിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ എത്ര വൈകിയാലും സാറ് പ്ലീസ് കമിൻ എന്ന് പറയും. കാരണം സാറിന് ഈ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പറയുന്നത് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് സാറിനോട് ഇംഗ്ലീഷ് പറയാം. നബീൽ എങ്ങനെ പറഞ്ഞു? സർ, ആക്ച്വലി ഐ കം ബൈ ഓമന എവ്രി ഡേ. എന്താ പറഞ്ഞത്? ഐ കം ബൈ ഓമന എവ്രി ഡേ. ഈ ഓമന എന്ന് പറഞ്ഞത് ബസ്സിൻ്റെ പേരാട്ടോ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഓമനെ ധാര സംശയിക്കണ്ട. ഓക്കെ,
പണ്ട് ഞാൻ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ വലിയ അബദ്ധം പറ്റി. ഓക്കെ, അന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടിയിലെ പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് PSMO കോളേജിലാണ് പഠിച്ചത്. സോ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലിരിക്കെ, ഒരു സാധാരണ ക്ലാസ് 3:30ക്കാണ് വിടുക. അത് 3 മണി ആയപ്പോഴേക്കും ഞങ്ങളുടെ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ അദ്ദേഹം ഉറക്കെ പറഞ്ഞു, പിന്നെ റസീന വരാൻ സമയമായി എനിക്ക് പോകണം എന്ന് പറഞ്ഞു. ഉടനെ പല പെൺകുട്ടികളും റസീന വരാൻ സമയം എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അല്ലേ? പക്ഷേ ഞങ്ങളിൽ കുറച്ച് കുട്ടികൾക്ക് അറിയാം. കാരണം ഈ റസീന എന്ന് പറയുന്നത് ചെമ്മാട് വേങ്ങര റൂട്ടിലോടുന്ന ബസ്സാണ്. സാറിന് ആ ബസ്സിനാണ് പോകേണ്ടത്. ഓക്കെ, അന്ന് സാർ നേരത്തെ പോകണമായിരിക്കണം, അതുകൊണ്ട് സാർ ആ ബസ്സിന് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പലപ്പോഴും പല അബദ്ധങ്ങളും പറ്റൂട്ടോ. ഇതൊക്കെ ഈ ബസ്സിൻ്റെ പേരായിട്ട് മനുഷ്യന്മാരെ പേരെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങളും ഈ ബസ്സിന് പുരുഷന്മാരെ പേരാണ് നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളോട്, ഹസ്ബൻഡിനോടോ ഹസ്ബൻഡിൻ്റെ ഉമ്മയോടോ ഉപ്പയോടോ ഒക്കെ ഒരു പുരുഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വരാൻ സമയമായി എനിക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ദേ മൈറ്റ് ഡൗട്ട് അബൌട്ട് യു അല്ലേ? റഷി മൈക്ക് ഓക്കെ ഓഫാണ് അല്ലേ? അത് നോർമൽ, അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കണം കേട്ടോ. സോ എന്താണ് നബീല പറഞ്ഞത്? ഐ കം ഹിയർ ബൈ ഓമന എവ്രി ഡേ. സാറേ, എല്ലാ ദിവസവും ഞാൻ ഓമന ബസ്സിലാണ് ഇവിടെ വരാറുള്ളത്. ബട്ട് ടുഡേ ഐ ആം കമ്മിങ് ബൈ ആമിന. പക്ഷെ സാറേ, ഇന്ന് ഞാൻ വരുന്നത് ആമിന ബസ്സിലാണ്. ദാറ്റ്സ് വൈ ഐ ആം ലേറ്റ്. അതുകൊണ്ടാണ് സാറേ ഞാൻ വൈകിപ്പോയത്. ഇത് പറഞ്ഞ ഉടനെ നേരം വൈകുന്നത് കുറ്റകരമാണെങ്കിൽ പോലും നബീല ഇംഗ്ലീഷ് സംസാരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് സന്തോഷവാനായ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, പ്ലീസ് കമിൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് കണ്ടോ, അതായത് ഞാൻ ആദ്യം പറഞ്ഞു നോക്കൂ, എന്ത്? ഐ കം ഹിയർ ബൈ ബസ്സിന്റെ പേരില്ലേ? ഐ കം ഹിയർ ബൈ എവ്രി ഡേ. ഈ ഐ കം എന്ന് പറയുന്നത് പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, പ്രസന്റ് സിമ്പിൾ ടെൻസ് പതിവായ കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓർമ്മയുണ്ടോ? പതിവായിട്ട് നബീല ബസ്സിന് വരുന്നത് ഓമന ബസ്സിലാണ്. അത് ഹാബിച്വൽ ആക്ഷനാണ്. അവിടെ നബീല പ്രസന്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്തു. പക്ഷെ ഇന്ന് വരുന്ന ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നബീൽ എന്ത് യൂസ് ചെയ്തു? പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തു. മനസ്സിലായോ അല്ലേ? അതായത് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പ്രസന്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഞാൻ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ കാലം മുമ്പ് കേട്ടോ, ഒരു കോളേജ്, അന്ന് ചെറുപ്പമായിരുന്നു, പിന്നെ മാരേജൊക്കെ ചെയ്യേണ്ട മുമ്പാണ്. ഓക്കെ, അപ്പം അന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഈ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായി ലേഡിയെ അപ്പോയിന്റ് ചെയ്തിരുന്നു. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് മനസ്സിലായില്ലേ? ഈ കോളേജിലേക്ക് വരുന്ന കോൾ അറ്റൻഡ് ചെയ്യുക, ആ കോളുകൾക്ക് മറുപടി പറയുക. അന്ന് ഉണ്ടായിരുന്ന പ്രബലമായ ഒരു മൊബൈൽ നെറ്റ്വർക്കായിരുന്നു എസ്കോട്ടൽ. പഴയ കാലത്ത്, നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എസ്കോട്ടൽ. അപ്പോൾ എസ്കോട്ടലിൽ മഞ്ചേരി അവരെ കസ്റ്റമർ കെയർ നെറ്റ്വർക്കായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡിയാണ് ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്തത്. അവരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും എന്താ പറയുക, അവരുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പിന്നെ സംസാരിക്കും. കാരണം അവർ സംസാരിച്ച സ്റ്റൈല് കേൾക്കാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ കണ്ടില്ലേ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവൊക്കെ സംസാരിക്കുന്ന സ്റ്റൈല് അല്ലേ? മലയാളത്തിൽ തന്നെ പറയും അല്ലേ? നമ്മളോട് പേര് ചോദിക്കും, താങ്കളുടെ പേരെന്താണ്? നമ്മൾ പറയും, എൻ്റെ പേര് സുമയ്യ എന്നാണ്. സുമയ്യ എന്താണ് ചെയ്യുന്നത് അല്ലേ? ഈ സ്റ്റൈല് ചോദിക്കും. നമുക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരു പക്ഷേ അങ്ങനെയുണ്ട്. ചില ആൾക്കാർ മൊബൈലിന് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പോലും കസ്റ്റമർ കെയറിലേക്ക് മലയാളത്തിൽ കോൾ ചെയ്യാറുണ്ട്. കാരണം ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ ഒരു വോയിസ് കേട്ടിരിക്കാൻ വേണ്ടി മാത്രം. ഞങ്ങളും എന്ത് ചെയ്യുന്നു, ഫ്രീ സമയത്ത് ഇവരെടുത്ത് പോയി കണ്ട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ സമയത്ത് ഇവർ പറയും, ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്നെ KM എന്നായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് അവന്മാരിട്ടെ പിന്നെ ഇരട്ടപ്പേരാണ് ഇന്നും കുട്ടികൾ അറിയപ്പെടുന്നത്. സോ KM, every day I drink milk this time, but today I am having tea.
ഇത് കേട്ടുകൊണ്ട് എൻ്റെ മറ്റു ജൂനിയർ സ്റ്റാഫ് അപ്പുറത്ത് ചിരിക്കുന്നുണ്ട്. എനിക്ക് ചിരിക്കാൻ വയ്യല്ലോ, കാരണം ഞാൻ അവരെ മുമ്പിൽ കാര്യമായൊരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചായ പറയുന്നുണ്ട്, മാഡത്തിന് എന്താണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവർ സ്റ്റൈല് പറഞ്ഞതാണ്, KM every day this time I am I drink milk or coffee or anything at all, but today I would like to, or I am going to drink, or I am drinking tea. കണ്ടോ, എല്ലാ ദിവസവും ഈ സമയത്ത് ഞാൻ പാലാണ് കഴിക്കാറുള്ളത്. അപ്പോൾ മറ്റുള്ളവർ ചിരിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പാലോ കഴിക്കുക എന്ന് പറയുമ്പോൾ ആരും കേട്ട ചിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ പോയി കണ്ട് നിങ്ങൾ പറയുകയാണ്, ഞാൻ രാവിലെ 9 മണിക്ക് പാലേ കഴിക്കാറുള്ളൂ കേട്ടോ, അല്ലേ? എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്കാനാണുള്ള പേര് വീഴും അത് അടുത്ത ദിവസം മുതൽ സ്റ്റാഫിൻ്റെ അടിയിൽ. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റൈലൊന്നും പറയാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? ഓക്കെ, സോ അവരോട് പറഞ്ഞു, മാഡം നമുക്ക് ചായ പറയാം. ഓക്കെ, എനിക്ക് ചിരിക്കാണ്ടിരുന്നെങ്കിലും ഞാൻ പിന്നെ മാറിപ്പോയി ചിരിച്ചത്, കാരണം അവർ പറഞ്ഞ സ്റ്റൈൽ അങ്ങനെയായിരുന്നു. എനിക്ക് പിന്നെ കൂടുതൽ ചിരിക്കാൻ വയ്യ, കാരണം ഞാൻ അവിടെ പ്രിൻസിപ്പാളിൻ്റെ പോസ്റ്റ് ആയിരുന്നു സ്ഥാപനത്തിൽ. ഓക്കെ, സോ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഹാബിറ്റ് പറയാൻ വേണ്ടി ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്, അഥവാ പ്രസൻറ്റ് സിമ്പിളാണ്. ഇപ്പം ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഐ ആം കമ്മിങ്, ഇതിൻ്റെ 6 വാക്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാം, അല്ലേ? ഓക്കെ, ഞാനതൊന്നും പറയുന്നില്ല, സസ്പെൻസ് ആവട്ടെ. ഓക്കെ, ഇന്ന് എല്ലാവർക്കും ചാൻസ് തരികയാണ്. ഐ ആം കമ്മിങ്, ഐ ആം ഗോയിങ്, ഐ ആം റൈറ്റിംഗ്, ഐ ആം വാക്കിംഗ്. ഇനി യു ആണെങ്കിൽ യു ആർ. കണ്ടോ, യു ആവുമ്പോൾ യു ആം എന്ന് മാറി പറയരുത്, അത് മംഗ്ലീഷാണ്. യു ആർ കമ്മിങ്, യു ആർ ഗോയിങ്, യു ആർ പ്ലേയിങ്, യു ആർ സിറ്റിംഗ്, യു ആർ റീഡിങ്. അങ്ങനെ ഐ ആമോ അല്ലെങ്കിൽ യു ആറോ വെച്ച് കണ്ട് 6 വാക്യം ഉണ്ടാക്കാം. എങ്ങനെ? യു ആർ ഗോയിങ്, ബാക്കി ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, 6 ഒക്കെ വെച്ചിട്ട് വരിക. അത് സസ്പെൻസ് ആവട്ടെ. നിങ്ങളിൽ എത്ര ആളുകൾ മിടുക്കികളുണ്ട് നോക്കട്ടെ. ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എല്ലാവരും ഇതിൻ്റെ യു ആർ കമ്മിങ് അല്ലെങ്കിൽ യു ആർ ഗോയിങ് ഒരു വാക്യം എഴുതുക. അതിൻ്റെ ബാക്കിയുള്ള 5 ബേസിക് സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരിക കേട്ടോ. ധൃതി വേണ്ട, അടുത്ത 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്, ഫ്രീ ആവുമ്പോൾ ചെയ്താൽ മതി. ഓക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വേർഡ് ടെൻസ് തുടങ്ങി, പക്ഷേ പ്രസൻറ്റ് സിമ്പിൾ കഴിഞ്ഞിട്ടില്ല. പ്രസൻറ്റ് സിമ്പിൾ കഴിയാതെ തന്നെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആരംഭിച്ചു, അല്ലേ? ഇന്ന് ഇത്ര മതി. നമ്മൾക്കൊന്നും കൂടുതൽ കാര്യങ്ങൾ ഒരു ദിവസം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ പോയാൽ മതി. അതിന് നമുക്ക് നല്ല നോളേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല നോളേജ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ആൻഡ് മടിയില്ലാതെ നല്ല ഉത്സാഹത്തോടെ ഊർജത്തോടെ കേട്ടോ. ക്ലാസ്സിൽ കയറുന്ന മുമ്പ് എല്ലാവരും ഓരോ ചായ കുടിച്ച് വന്നിരുന്നോണ്ടി നല്ല എനർജി ബൂസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ കേട്ടോ. ക്ലാസ്സിന് നന്നായിട്ട് പങ്കെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. നന്നായി നമ്മൾ ചിന്തിക്കും, ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ റസീനയാണ്, ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നത്, ഇതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ എന്താ കാര്യം നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷേ അതല്ല, ഇതൊക്കെ ഇങ്ങനെ പറയുന്തോറും നമ്മളറിയാതെ സ്റ്റൈൽ ഇങ്ങനെ മാറി ഒഴുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മഴ പെയ്യുന്തോറും ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടും, സ്റ്റൈലും കൂടും. പേമാരിയായി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഇവിടെ സംസാരം അങ്ങനെ പേമാരി ആവുമൊന്നുമില്ല, അതൊന്നും പേടിക്കേണ്ട കാര്യം കേട്ടോ. നന്നായിട്ട് വോയിസ് ആയിട്ട് അയച്ചോളൂ കേട്ടോ. തസ്നി വോയിസ് ആയിട്ട് അയച്ചോളൂ. ഓക്കെ കേട്ടോ. വോയിസ് ആയിട്ട് വീഡിയോ ക്യാം അങ്ങനെ ചെയ്യേണ്ട. നിങ്ങളെ മൈക്ക് ഓണാക്കിയിട്ട്, ഐ മീൻ മൊബൈലിൽ മൈക്ക് ഓണാക്കിയിട്ട് അങ്ങനെ ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ എവറി വൺ. നല്ല സന്തോഷമുണ്ട്. കാരണം ക്ലാസ്സിൽ ഓരോ ദിവസം കഴിയുന്തോറും പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. That's very very good symptom of communicative English course. So today I'm going to wind up my class, but day after tomorrow I will come with a lot of bonanza or bouquet of English language. So keep watching. Thank you very much. Have a nice day. Good night with a sweet dreams. Thank you so much.
Thank Welcome. you, sir. Welcome. Good night. വെൽക്കം.